Hi guys, welcome back to my YouTube channel. So സെയിം ടോപ്പിക്ക് തന്നെയാണ് നമ്മുടെ ചാപ്റ്റർ 1-ൽ വലിയൊരു ചാപ്റ്റർ തന്നെയല്ലേ അതുകൊണ്ടാണ് 3-4 പോർഷൻസ് ആയിട്ട് 3-4 പാർട്സ് ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചത്. സോ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ തന്നെ 2 മണിക്കൂറോളം ഇടുന്നേക്കാൾ നല്ലതല്ലേ ഒരു 3-4 പാർട്സ് ആക്കി ഇടുമ്പോഴത്തേക്ക് കാണുന്നവർക്ക് അത് കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡിങ്ങും ആയിരിക്കും അല്ലേ. സോ ചാപ്റ്റർ സെയിം ഇത് തന്നെയാണ് നമ്മുടെ ചാപ്റ്റർ 1. എന്താണ് ചാപ്റ്റർ 1? റെവല്യൂഷൻ ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദ വേൾഡ്. സോ അതിൽ നെക്സ്റ്റ് പറയാൻ നമ്മൾ ഓൾറെഡി ഡിസ്കസിങ് അബൌട്ട് ദ അമേരിക്കൻ റെവല്യൂഷൻ, ഫ്രഞ്ച് റെവല്യൂഷൻ, ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷൻ. ഇതിൽ ഏറ്റവും ചെറിയ പോർഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷൻ ആണ് കേട്ടോ. നെക്സ്റ്റ് വരാൻ പോകുന്നത് എന്താണ്? ദ റഷ്യൻ റെവല്യൂഷൻ. നെക്സ്റ്റ് വരാൻ പോകുന്നത് എന്താണ്? ദ റഷ്യൻ റെവല്യൂഷൻ. We are workers, people buy those labors, all things are made from children's toy and massive machines. Yet we are people derived from the right to depend our human dignity. Anyone can exploit us from their interest. At present, we want to achieve a degree of freedom, which will eventually enable to take all power into our own hands. Our slogan are simple: down with the private property. Down with the private property. All means of production in the hand of people. All power in the hands of the people. No one expect from work. Now you can understand that we are not just rhetorists. We are revolutionaries, and we will go on being revolutionaries as long as some people do nothing but give orders and the others do nothing but work. The mother മാക്സിൻ ഗോറിയ എന്തായിരുന്നു? റഷ്യൻ റെവല്യൂഷനിൽ ദ മദർ മാക്സിൻ ഗോർക്കിയുടെ ഫേമസ് ആയിട്ടുള്ള ഒരു എന്താണ് അദ്ദേഹം എഴുതിയൊരു വാചകമായിരുന്നു. നോക്കാം. വി ആർ വർക്കേഴ്സ്, പീപ്പിൾ ഓഫ് ദ വർക്കേഴ്സ്, people those who works of the different things are made from the children's are toys of a massive machines, yet we people derived the right to defend of our dignity. ഇതിൽ സിമ്പിൾ ആയിട്ട് ചുരുക്കി പറയുകയാണെങ്കിൽ എന്താണ് അവിടുത്തെ സ്ലോഗൻ തന്നെ നോക്കാം. ഡൗൺ വിത്ത് ദ പ്രൈവറ്റ് പ്രോപ്പർട്ടി. നമ്മൾ ആരുടെയും തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് അല്ല. നമ്മൾ ഒരു കുട്ടിയുടെ കളിക്കാൻ വേണ്ടി കൊടുക്കുന്ന കളിപ്പാട്ടമാണോ മനുഷ്യരെന്ന് പറയുന്നത്? വർക്കേഴ്സ് എന്ന് പറയുന്നത്, ലേബേഴ്സ് എന്ന് പറയുന്നത്, തൊഴിലാളികൾ എന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് കളിക്കാൻ വേണ്ടി കൊടുക്കുന്ന കളിപ്പാട്ടമാണോ? അല്ല. നമ്മൾ ആരുടെയും പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. ഓൾ മീൻസ് പ്രൊഡക്ഷൻ ഇൻ ദ ഹാൻഡ്സ് ബൈ പീപ്പിൾ. പക്ഷെ എന്നിട്ട് എന്താണ് എല്ലാവരുടെ കയ്യിലും ഈ ഒരു ലേബേഴ്സ് ചുറ്റി നിൽക്കുന്നു. ഓൾ പവേഴ്സ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ പീപ്പിൾസ്. പക്ഷെ എല്ലാം തന്നെ ആരുടെ കയ്യിൽ? മെഷീൻസിലാണോ എല്ലാ വർക്ക്സ് നടക്കുന്നത്? അല്ല. എല്ലാ വർക്കും എന്താണ് നടക്കുന്നത്? പാവപ്പെട്ട ജനങ്ങളിലൂടെ അല്ലെങ്കിൽ പാവപ്പെട്ട തൊഴിലാളികളിലൂടെയാണ് നടക്കുന്നത്. നോ വൺ എക്സ്പ്ലെയിൻ ഫ്രം വർക്ക്. നൗ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ റിറ്റേഴ്സ്. വി ആർ റെവല്യൂഷണറി ആൻഡ് വി വിൽ ഗോ ബിഗിൻ റെവല്യൂഷണറി ആസ് ലോങ് ആസ് സം പീപ്പിൾ ഡു നത്തിങ്. ചിലവരാർക്കും തന്നെ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ബട്ട് ഗീവ് ഓർഡേഴ്സ്. പക്ഷെ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ ചെയ്യുന്ന ഓർഡർ തരാൻ അവർ മുന്നോട്ട് റെഡിയാണ്. ആൻഡ് അതേഴ്സ് ഡൂയിങ് നത്തിങ് ബട്ട് വർക്ക്. ചിലർ ഒന്നും തന്നെ ചെയ്യുന്നില്ല, പക്ഷെ ചിലർ ജോലി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാൻ വേണ്ടിയുള്ളതാണ്. നമ്മളിതൊന്ന് ബൈ ഹാർട്ട് ചെയ്യാനായിട്ടോ പഠിക്കാനായിട്ടോ ഒന്നും തന്നെയല്ല. നമുക്ക് എക്സാമിന് വരുന്ന ഒരു പോർഷൻ അല്ലല്ലോ. എക്സാമിന് വരുന്ന പോർഷനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ ഒരു ദ മദർ മാക്സിൻ ഗോറി പറഞ്ഞ ഡയലോഗ്സ് അല്ലെങ്കിൽ വാചകത്തിനെ പറ്റിയാണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള കാര്യത്തിലോട്ട് പോവാം. These are the words of one of the characters, the mother, the novel, written by വേൾഡ് ഫേമസ് റഷ്യൻ റൈറ്റർ മാക്സ് ഗോറിയ. നേരത്തെ നമ്മൾ മുകളിൽ കണ്ടതുപോലെ എന്താണ് അത് അയാളുടെ ഫേമസ് ആയിട്ടുള്ളൊരു നോവൽ ആയിരുന്നു. ദ പിലറ്റ് ഓഫ് വർക്കേഴ്സ്, ദ ഫാമേഴ്സ് ഇൻ റഷ്യ ആൻഡ് ദർ എയിംസ് ആർ റിഫ്ലക്റ്റഡ് ഇൻ ദം. ആ ഒരു കാലഘട്ടത്ത് നമ്മളെ വർക്കേഴ്സ്, നമ്മളെ ഫാമേഴ്സ് റഷ്യയിൽ അനുഭവിച്ചുകൊണ്ടിരുന്നതിനെല്ലാം തന്നെ ഒരു പ്രതിബിംബമായിട്ട് നമുക്ക് വായിക്കാനും കാണപ്പെടാനും അറിയപ്പെടാനും സാധിക്കുന്ന ഒരു നോവലാണ് The Mother. What else you make out from these words about the Russian Revolution? So നമുക്ക് ഇതിൽ നിന്ന് എന്തൊക്കെയാണ് മനസ്സിലാക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, what were the demand of the workers? Abolish the private property system. Everyone has to work. എല്ലാവർക്കും ജോലി ചെയ്യാനുള്ള അവകാശമുണ്ട്. Abolish private property system. പ്രൈവറ്റ് പ്രോപ്പർട്ടി സിസ്റ്റം എന്താക്കണം? അബോളിഷ് ചെയ്യണമെന്നായിരുന്നു വർക്കേഴ്സിന്റെ ആ ഒരു ടൈമിലുള്ള ഡിമാൻഡ്സും അംഗീകാരങ്ങളും. ഓക്കെ, നമുക്ക് അടുത്ത
പേജിലോട്ട് പോവാം. അടുത്തതിലോട്ട് പോവാം. ലെറ്റ്സ് ഫൈൻഡ് ദ സർക്കംസ്റ്റൻസ് ദാറ്റ് ലീഡ് ദം ടു ദ ഡിമാൻഡ്സ് ഓഫ്. നമുക്ക് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പോയിന്റാണ് കേട്ടോ. ഇത് പഠിച്ചിരിക്കുക തന്നെ ചെയ്യണം. നമ്മുടെ റഷ്യൻ റവല്യൂഷൻ നമ്മൾ ഒരിക്കലും തന്നെ ഇത് വിട്ടു പോകാൻ പാടില്ല. ഓക്കെ, ഒരു കുട്ടികൾ പോലും റഷ്യൻ റവല്യൂഷൻ്റെ ഇത് 3 പോയിന്റ്സ് വിട്ടു പോകാനായിട്ട് പാടില്ല. ലെറ്റ്സ് ഫൈൻഡ് ദ സർക്കംസ്റ്റൻസ് ദാറ്റ് ലീഡ് ടു ദ ഡിമാൻഡ്സ് ഓഫ്. The farmers, factory workers in Russia lead the tragic life under the autocracy of the Tsar Empire ruled by Russia. Tsar Empire ഓട്ടോകാലത്ത് എന്ന് വെച്ചാൽ ടാസ് എംപയറിന്റെ റൂളിംഗ് സമയത്ത് ഓട്ടോക്രസി മെത്തേഡ് ആയിരുന്നു. ഫാർമേഴ്സും വർക്കേഴ്സും എല്ലാം തന്നെ എന്തായിരുന്നു, വളരെ ട്രാജിക് ആയിട്ടുള്ള ലൈഫായിരുന്നു. വളരെ ദുരന്തം പിടിച്ചൊരു ജീവിതമായിരുന്നു. ഓട്ടോക്രസി ആയിരുന്നു, രാജഭരണമായിരുന്നു. ടാസിന്റെ എംപയറിന്റെ കീഴിലായിരുന്നു. ഓക്കെ, ഹു റൂൾഡ് റഷ്യ. Okay, the low agriculture production affected the farmers' income. Moreover, the landless farmers had to pay huge tax. Agriculture the low agriculture production farmersന് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ്റെത് വളരെ രീതിയിൽ കുറയുമ്പോൾ അതെന്തായിരുന്നു, അവരുടെ ദിനചര്യമുള്ള ലൈഫിന് അത് വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇൻകം മോർ ഓവർ ദ ലാൻഡ്ലെസ് ഫാമേഴ്സ് ലിറ്റ് ടു പേ ഹ്യൂജ്. പക്ഷേ അവർക്ക് പ്രതിമാസം അല്ലെങ്കിൽ പ്രതിദിനം അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഇല്ലെങ്കിൽ പോലും എന്തായിരുന്നു, ലാൻഡ് ഓണേഴ്സിന് എന്ത് നൽകുന്ന ഹ്യൂജ് ടാക്സ് പേ ചെയ്യണം ആയിരുന്നു. Through Russia was rich in natural resource, their industrial production was merely, it was the foreigners who controlled the majority of these industrials that existed there. അത് പക്ഷേ ആ ഒരു കാലഘട്ടം നോക്കുകയാണ് നമ്മൾ റഷ്യനിലെ നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരുന്നു. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻസ് ആയാൽ തന്നെ വളരെ നല്ല രീതിയിലായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ എന്തായിരുന്നു അവിടെ സംഭവിച്ചത്? ഹൂ വെർ ദ കൺട്രോൾഡ് ദാറ്റ്? ദ ഫോറിനേഴ്സ് വെർ കൺട്രോൾഡ് ദ industries. Okay, the foreigners were controlled the majority of the industries that were existed there. ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്ന ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻസ് എല്ലാം തന്നെ ആരായിരുന്നു കൺട്രോൾഡ് ചെയ്തിരുന്നത്? ഫോറിനേഴ്സ് ആയിരുന്നു. ഓക്കെ, നോക്കാം നെക്സ്റ്റ്. ബാറ്റിൽഷിപ്പ് ഓഫ് പോട്ട്മിക്കിൻ നോക്കാം. A famous film of Sickly Einstein, a Russian director. It is a silent movie based on the event during the Tsar regime in the Russia. ഇതൊരു ഫേമസ് സിനിമയാണ്. സെർജി എൻസ്റ്റീനി എന്നുണ്ടായിരുന്നു. അതൊരു സൈലന്റ് ഊമചിത്രമായിരുന്നു, സൈലന്റ് മൂവി ആയിരുന്നു. എന്ന് വെച്ചാൽ ടാസ്റ്റ് റൂളിനെ പറ്റിയുള്ള റഷ്യൻ ടൈമിലുണ്ടായിരുന്നു അദ്ദേഹത്തിനെ പറ്റിയുള്ളൊരു ചെറിയൊരു മൂവി ആയിരുന്നു കേട്ടോ. അത് despite the political rebellion of the dissatisfied dictators in the battleship of Potemkin, he also directed a film based on the 10 days that shook the world, the famous works of the John Reed. ജോൺ റീഡിന്റെ ദ 10 Days Who Shook the World എന്ന ആ ഒരു ബുക്സിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ ഒരു ഫിലിം അദ്ദേഹം ഡയറക്റ്റ് ചെയ്തത്. ഇത് ആക്ച്വലി ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്ന ഒരു പോർഷൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. Next, Russian Revolution was greatly motivated by the despotic rule of Tsars. Discuss. ടാസുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു റവല്യൂഷൻ നമുക്ക് എങ്ങനെയൊക്കെയായിരുന്നു മോട്ടിവേറ്റഡ് ആയത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് മാറിത്തിരിഞ്ഞത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, റൈറ്റേഴ്സ് ലൈക്ക് മാക്സി ഗോറിയോ, ലിയോ ടോൺസ്കി, Ivan Turkey and Anne Chekon depict the plight of the workers of the farmers in their works. The Marxist ideologies formulated by Karl Marx and the Frederick Engels treats the workers. റഷ്യൻ റവല്യൂഷനിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന പേരാണ് ജോൺ ലിയോ ടോസ്കൈ, കാൾ മാക്സ്. കാൾ മാക്സിനെ നമുക്ക് മാറ്റി നിർത്താനായിട്ട് റഷ്യൻ റവല്യൂഷനിൽ ഒരിക്കലും സാധിക്കുന്നത് അല്ല. ഓക്കെ, they called establish a supremacy of the workers instead and that was the capitalist. ഇവരെല്ലാവരും കൂടെ ചേർന്ന് എന്ത് സിസ്റ്റം കൊണ്ടുവന്നു? ക്യാപിറ്റലിസ്റ്റ്. എന്ത് കൊണ്ടുവന്നു? ക്യാപിറ്റലിസം, തൊഴിലാളി വൽക്കരണം. Trade unions were formed to find two remedies for the plight of the workers. Based on the Marxist ideologies of the Social Democratic Workers Party was formed later. This party was split into the Menshevik majority and the Menshevik is the minority and the Bolshevik is the majority.
റഷ്യൻ റവല്യൂഷനെ നമുക്ക് ബോൾഷെവിക് ആൻഡ് മെൻഷെവിക് എന്ന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഹൂ ഈസ് ദ ഫാദർ ഓഫ് ദ ബോൾഷെവിക് ആൻഡ് മെൻഷെവിക് ലീഡർ? കാൾ മാർക്സ്. എന്തിന്റെ ഐഡിയോളായിരുന്നു നമുക്ക് ഈ ഒരു രണ്ട് പാർട്ടി രൂപീകരിച്ചത്? മാർക്സിസ്റ്റ് ഐഡിയോളജിസ്റ്റ് പ്രകാരം ആയിരുന്നു. അപ്പൊ നോക്കിക്കേ, okay, later this part is divided into the Menshevik is the minority and the Bolshevik is into the majority. The main leaders of the Bolshevik is were Kevin and the Trotsky. കണ്ടോ, ആരായിരുന്നു ബോൾഷെവിക് റവല്യൂഷന്റെ ലീഡർ? കെവിൻ ആൻഡ് ദ ടോർസ്കൈ. അലക്സാണ്ടർ കറൻസി ലീഡ് ദ മെൻഷെവിക്. അലക്സാണ്ടർ ആയിരുന്നു മെൻഷെവിക് ലീഡ് ചെയ്തിരുന്നു. സോ ബോൾഷെവിക്കിന്റെ ലീഡർ ആരായിരുന്നു? കെവിൻ ആൻഡ് ടോർസ്കൈയും. നമ്മുടെ ബോൾഷെവിക്കിന്റെ ലീഡർ ആരായിരുന്നു? നോക്കിക്കേ, ബോൾഷെവിക്കിന്റെ ലീഡർ ആരായിരുന്നു? കെവിൻ ആൻഡ് ടോർസ്കിയും. മെൻഷെവിക്കിന്റെ ആരായിരുന്നു? അലക്സാണ്ടർ കറൻസി ആയിരുന്നു. ഓക്കെ, ദ ക്രൈസിസ് റീച്ച്ഡ് ഇറ്റ് വേഴ്സ്റ്റ് when Russia was defected in the Russia-Japan War in 1905. The workers organized a huge march at Petroit on 9th January 1905, demanding the political rights and economic reforms. The march was fired at by the soldiers and hundreds of the demonstrators were massacred. ഓക്കെ, ഈ ഒരു ക്രൈസിസ് നമ്മുടെ എന്താണ്? ദ വാസ് വിത്ത് വെൻ റഷ്യ വാസ് ഡിഫക്റ്റഡ് ബൈ ദ ജപ്പാനിൽ നടന്നൊരു ഒരു കാലഘട്ടത്തിൽ നടന്നൊരു യുദ്ധം, അല്ലെങ്കിൽ അത് വളരെ വൃത്തികെട്ട രീതിയിൽ അല്ലെങ്കിൽ വേഴ്സ്റ്റ് ആയിട്ട് മാറിയിരുന്നു ഏത് ടൈമിലായിരുന്നു? 1905 ദ വർക്കേഴ്സ് ഓർഗനൈസ്ഡ് ഹ്യൂജ് മാർച്ച്. എന്തായിരുന്നു? 9 ജനുവരി 1905 ആ ഒരു മാർച്ച് നടന്നത്. പൊളിറ്റിക്കൽ റൈറ്റ്സും എക്കണോമിക് റിഫോംസും കൂടെ ചേർന്ന് അവർക്ക് എന്താണ്? പൊളിറ്റിക്കൽ റൈറ്റ്സും എക്കണോമിക് റിഫോംസും അവർക്ക് ആവശ്യപ്പെട്ട് നടന്നൊരു ചെറിയൊരു വാക്താത്വം അല്ലെങ്കിൽ സമരങ്ങളായിരുന്നു ആ ഒരു കാലഘട്ടം നടന്നത്. പക്ഷെ ഈ ഒരു മാർച്ച് എന്ന് പറയുന്നത് എന്താണ്? വളരെ 100-ലധികം സോൾജേഴ്സും എല്ലാവരെയും തന്നെ അടിച്ചമർത്തപ്പെടുകയും വളരെ വലിയൊരു യുദ്ധത്തിലോട്ടത് പിന്നീട് മാറുകയും ചെയ്തു.